അടുത്തതായി കാസർഗോഡ് LBCT ചോദിച്ച ചോദ്യങ്ങൾ നോക്കാം. ബോണാഫൈഡ് എന്ന ചോദ്യം ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ബോണാഫൈഡിന്റെ മീനിങ് ചോദിച്ചിരിക്കുന്നു. ബോണാഫൈഡ് എന്നാൽ ഇൻ ഗുഡ് ഫെയ്ത്ത് എന്നാണ്. ഓപ്പോസിറ്റ് മാലാഫൈഡ്. അപ്പോൾ ഇൻ ബാഡ് ഫെയ്ത്ത് എന്ന് വരും. ബോണാഫൈഡ് മുൻപൊരിക്കൽ ചോദിച്ചപ്പോൾ അർത്ഥം തരുന്നത് ജെനുവിൻ എന്നാണ്. എങ്കിൽ മാലാഫൈഡിന്റെ ഓപ്പോസിറ്റ്, മാലാഫൈഡിന്റെ മീനിങ് ഫെയ്ത്ത് എന്ന് വരും. അപ്പോൾ ബോണാഫൈഡ് മീൻസ് ഇൻ ഗുഡ് ഫെയ്ത്ത്, ഓപ്പോസിറ്റ് ആയിരിക്കുന്ന മാലാഫൈഡ് ഇൻ ബാഡ് ഫെയ്ത്ത് എന്ന് വരും. ഗുഡ് ഫെയ്ത്തിന് പകരം ജെനുവിൻ എന്നാണ് അർത്ഥം തരുന്നതെങ്കിലും എടുക്കാം. അപ്പോൾ മാലാഫൈഡിന് ഫെയ്ക്ക് എന്ന അർത്ഥം വന്നാൽ ശരിയാണ്. ടു ഷൗട്ട് വൈറ്റ് ഫെദേഴ്സ് എന്നത്, ഈ വൈറ്റ് എന്നത് പലതിനോടൊപ്പം ചേർന്ന് വരുമ്പോൾ ഭയം, പേടിച്ചു വിടറിയ എന്നൊക്കെയുള്ള അർത്ഥം വരും. അപ്പോൾ വൈറ്റ് ഫെദേഴ്സ് എന്ന് പറഞ്ഞാൽ ടു ഷൗട്ട് ഫിയർ ആണ്. വൈറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ കവേർഡ് എന്നാണ് അർത്ഥം. COWAR. അപ്പോൾ വൈറ്റ് എന്നത് മാത്രമായിട്ട് വരുമ്പോൾ ഫെയിൽ വിത്ത് ഫിയർ എന്ന മീനിങ് ഉള്ളതാണ് വൈറ്റ്. അപ്പൊ ടു ഷൗട്ട് വൈറ്റ് ഫെദേഴ്സ് എന്ന് പറഞ്ഞാൽ ടു ഷൗട്ട് ഫിയർ അഥവാ ഭയം പ്രകടിപ്പിക്കുക, കാണിക്കുക എന്നാണ്. ഇറ്റ് വാസ് എ നൈസ് ഡേ ഓഫ് യു. ഈ അടുത്ത സമയത്ത് നടന്നൊരു പരീക്ഷയിൽ ഇതെന്ന ആന്റിസിപ്പേറ്ററിയിൽ തുടങ്ങുന്ന വാക്യത്തിന്റെ പ്രിപ്പോസിഷൻ ആണ് ചോദിച്ചത്. അപ്പൊ ഇതിൽ തുടങ്ങി വരുമ്പോൾ പ്രിപ്പോസിഷൻ ഓഫ് തന്നെ വരും. എന്നാൽ ഇപ്പോൾ തുടർന്ന് വരുന്ന വെർബാണ് ചോദിച്ചത്. ഒരു സബ്ജക്റ്റിനെ തുടർന്ന് വരുന്ന വെർബ് 2 + V1 ആയിരിക്കും. സോ ഇറ്റ് വാസ് എ നൈസ് ഡേ ഓഫ് യു. ടു ബൈ ആണ്. യുവിനെ തുടർന്ന് വന്നിരിക്കുന്ന വെർബ് 2 + V1 ആണ്. സോ ടു ബൈ എന്നത്. തിരുവനന്തപുരം ജില്ലയിലും ഇതുപോലൊരു ചോദ്യം ചോദിച്ച് നമ്മൾ കണ്ടതാണ്. ഡാഷിനെ തുടർന്ന് ബൈ വന്നിരിക്കുന്നു ഏജന്റോട് കൂടി. അപ്പൊ ഡാഷിനെ തുടർന്ന് ബൈ വന്നിരിക്കുകയാണെങ്കിൽ അത് പാസീവ് വോയിസ് ആണെന്ന് ഏറെക്കുറെ അനുമാനിക്കണം. അങ്ങനെയാണെങ്കിൽ പാസീവ് വോയിസിലെ ഓപ്ഷൻ നോക്കിയെടുത്താൽ മാത്രം മതി. പാസീവ് വോയിസിലെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ആം, ഈസ്, ആർ, വാസ്, വെയർ + V3 ഉണ്ടോ? ബി, ബീയിങ്, ബീൻ + V3 ഉണ്ടോ? എങ്കിലത് പാസീവ് വോയിസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്നതിൽ പാസീവ് വോയിസ് വാസ് + V3 വന്നിരിക്കുന്നതാണ്. വാസ് വോക്ക്ഡ് അപ്പ് എന്നതാണ് പാസീവ് വോയിസ്. ഈ തന്നിരിക്കുന്ന ഒന്നും പാസീവ് വോയിസിലല്ല. അപ്പോൾ ഡാഷിനെ തുടർന്ന് ബൈ വന്നിരിക്കുകയാണെങ്കിൽ പാസീവ് വോയിസിലെ ഓപ്ഷൻ നോക്കിയാൽ മാത്രം മതിയാകും. അടുത്തത് ദ പ്രൈം മിനിസ്റ്റർ ഡാഷ് ദ പ്രസിഡന്റ്. തന്നിരിക്കുന്ന ഓപ്ഷനുകൾ കാൾ ഡച്ചും കാൾ ഓൺ, കാൾ ബൈ എന്നൊക്കെയാണ്. ഇവിടെ പ്രൈം മിനിസ്റ്റർ ഒരു പേഴ്സണാണ്, പ്രസിഡന്റ് ഒരു പേഴ്സണാണ്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ സന്ദർശിച്ചു എന്നുള്ള അർത്ഥമാണല്ലോ വന്നിരിക്കുന്നത്. കാൾ അറ്റാണെങ്കിൽ അത് വിസിറ്റ് എ പ്ലേസ് ആണ്. കാൾ ഓൺ ആണെങ്കിൽ വിസിറ്റ് എ പേഴ്സൺ ആവുള്ളൂ. അപ്പൊ ഇവിടെ പ്രൈം മിനിസ്റ്റർ പേഴ്സൺ ആണ്, പ്രസിഡന്റും അത് തന്നെ. അപ്പോൾ കാൾ ഡോണേ വരികയുള്ളൂ. വിസിറ്റ് എ പേഴ്സൺ എന്നുള്ള അർത്ഥമാണ് കാൾ ഓണിനുള്ളത്. കാൾ അറ്റ് ഉപയോഗിച്ചാൽ വിസിറ്റ് എ പ്ലേസ് എന്നായിപ്പോകും. ഉദാഹരണത്തിന് വി കാൾഡ് അറ്റ് ആഗ്ര ലാസ്റ്റ് ഇയർ എന്ന് പറയാം. അപ്പൊ ആഗ്ര പ്ലേസ് ആയതുകൊണ്ട് കാൾഡ് അറ്റ് വരാം. എന്നാൽ ഇവിടെ പേഴ്സൺ ആയതുകൊണ്ട് കാൾ ഓൺ വരും. അടുത്തത് ഒരു ഇന്റർസെക്ഷനിൽ തുടങ്ങുന്നതാണ്. ഒരു ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ സ്ട്രോങ് ആയ ഒരു ഫീലിംഗിനെ എക്സ്പ്രസ് ചെയ്യുകയാണ്. പറഞ്ഞിരിക്കുന്നത് ഷി വാസ് ട്രീറ്റിംഗ് ദ സ്ട്രേഞ്ച് ബോയ്. അപരിചിതനായിരിക്കുന്ന ആ കുട്ടിയെ അവൾ കണക്കാക്കിയത് അവളുടെ മകനെന്ന പോലെ. സോ എന്ന പോലെ എന്നർത്ഥം വരുന്ന ആക്റ്റീവ് അവിടെ ഉത്തരമായി വന്നു. ഇവിടെ ട്രീറ്റിംഗ് കണക്കാക്കുക എന്ന ഈ പദം
ഒപ്പം ഇന്റർജെക്ഷനിലെ തുടക്കം, ഇതെല്ലാം തന്നെ ആക്റ്റീവ് ആണ് അവിടെ ഉത്തരവായി വരുന്നത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. അടുത്തത് 2 ക്ലോസുകളുള്ള ഒരു വാക്യമാണ് തന്നത്. ഡാഷ് വി വെയർ ബിസി വിത്ത് ദ റിഹേഴ്സൽ എന്ന് തുടങ്ങുന്ന വാക്യം. ഞങ്ങൾ റിഹേഴ്സൽ ദിവസം തിരക്കിലായിരുന്നതിനാൽ എന്ന് വരുന്ന ഒരർത്ഥമാണ് അതിൽ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് അതിന്റെ ഉത്തരം ആസ് എന്നാണ്. സോ ആസ് വി വെയർ ബിസി വിത്ത് ദ റിഹേഴ്സൽ എന്നാണ്. അടുത്തത് ഡിസിയേറ്റ് മൺസൂൺ ഹാസ് ബീൻ ഡാഷ് ഇൻ ദ ലാസ്റ്റ് 2 decades. ഡിസിയേറ്റ് മൺസൂൺ ഹാസ് ബീൻ, ഈ വർഷത്തെ മൺസൂൺ ഡാഷ് ഇൻ ദ ലാസ്റ്റ് 2 decades. ഡെക്കഡ് മീൻസ് എ പീരിയഡ് ഓഫ് 10 years ഡെക്കഡ് എന്ന് പറയുന്നത്. സോ ലാസ്റ്റ് 2 decades തന്നിരിക്കുന്നതിൽ ദ ഗുഡ്, ദ വർസ്റ്റ്, ദ ബെറ്റർ, ബെസ്റ്റ് എന്നിവയുണ്ട്. ദ ബെറ്റർ എന്ന് പറയുമ്പോൾ മറ്റൊന്നിനോടും താരതമ്യപ്പെടുത്തി പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് കമ്പാരിറ്റീവ് വേണ്ട. പിന്നെ പോസിറ്റീവ് പദമായിരിക്കുന്ന, പോസിറ്റീവ് ഡിഗ്രി വേർഡായിരിക്കുന്ന ഗുഡിന് മുമ്പിൽ വന്നിരിക്കുന്ന ദി ഇവിടെ സ്വീകാര്യമാണ്. അപ്പോൾ പിന്നെ അപ്ലിക്കേഷൻ ചെയ്യാം ദ വേഴ്സ്റ്റ് എന്നുള്ളതാണ്. ബാഡ്, വേഴ്സ്, വേഴ്സ്. ദി എന്ന ഡെഫിനിഷൻ ആർട്ടിക്കിളിനെ തുടർന്ന് വന്നിരിക്കുന്ന ഈ സൂപ്പർലേറ്റീവ് പദമാണ് ഇവിടെ ചേരുന്നത്. അതുകൊണ്ട് ദ വേഴ്സ്റ്റ്. അടുത്തത് 4 സെഗ്മെന്റുകളാക്കി ഒരു വാക്യം തിരിച്ചു തന്നിരിക്കുന്നു. അതിൽ തെറ്റായത് ഏത് എന്ന് ചോദിച്ചിരിക്കുന്നു. ഇവിടെ ഷീ ഹാസ് ജസ്റ്റ് കംപ്ലീറ്റഡ് എ 5 years ഇന്റഗ്രേറ്റഡ് PG കോഴ്സ് എന്നാണ്. 5 എന്നോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു എണ്ണമോ തന്നാൽ അതിനോട് ചേർന്ന് വരുന്ന പദം പ്ലൂറൽ ആകേണ്ട ആവശ്യമില്ല. ഈ എണ്ണത്തെ തുടർന്ന് വരുന്ന ശൈലിനെ റെഫർ ചെയ്യുന്ന പദം ബഹുവചനമാകേണ്ട ആവശ്യമില്ല. 5 year ഇന്റഗ്രേറ്റഡ് PG കോഴ്സ് എന്ന് മതി. അപ്പോൾ 2 dozen എന്ന് പറഞ്ഞിട്ട് പിന്നീട് നമ്മൾ ഒരു വാക്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേർഡ് പറയുമ്പോൾ അതിനെ പ്ലൂറൽ ആക്കി പറയേണ്ടതില്ല. 2 dozen eggs എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അവിടെ 2 dozen eggs, അപ്പോൾ 2 എന്നത് കഴിഞ്ഞിട്ട് ഡസൻസ് എന്ന് പറയേണ്ട ഡസൺ എന്ന് പറഞ്ഞാൽ മതി. അതുപോലെ 5 എന്നത് കഴിഞ്ഞിട്ട് ഇയേഴ്സ് എന്ന് പറയേണ്ട ഇയർ എന്ന് പറഞ്ഞാൽ മതി. സിയിലാണ് തെറ്റ് വന്നത്. 5 year എന്ന് പറഞ്ഞാൽ മതി. 2 dozens എന്ന് പറയേണ്ട 2 dozen എന്ന് പറഞ്ഞാൽ മതി. They dash the same mistake 4 times this month. ചോദ്യത്തിൽ 4 times this month എന്ന് തന്നിരിക്കുന്നു. ഈ മാസം 4 തവണ ഒരേ മിസ്റ്റേക്ക് അവർ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ദിസ് മന്ത് അഥവാ ഈ മാസം എന്ന് പറയുന്നതിൽ നിന്ന് തന്നെ ഈ പ്രവൃത്തി കഴിഞ്ഞുപോയതല്ല, അതായത് കഴിഞ്ഞ മാസത്തിലേതല്ല എന്ന് വ്യക്തമാണല്ലോ. റണ്ണിംഗ് മന്തിലുള്ള, അതായത് ഇപ്പോൾ നടപ്പ് മാസത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മാസം അവസാനിച്ചിട്ടില്ല, എന്നാൽ ഒരേ മിസ്റ്റേക്ക് 4 തവണ ചെയ്യുകയും ചെയ്യും. അപ്പോൾ കഴിഞ്ഞു പോയ ഒരു പ്രവൃത്തി അഥവാ ഒന്നിൽ കൂടുതൽ പ്രവൃത്തികൾ പാസ്റ്റിലേക്കാണ് പോകുന്നതെന്ന് നമുക്കറിയാം. എന്നാൽ കഴിഞ്ഞു പോയ പ്രവൃത്തികൾ പ്രസന്റ് ടെൻസിൽ തന്നെ സൂചിപ്പിക്കണമെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിച്ചാൽ മതി. എന്തിന് പ്രസന്റിൽ തന്നെ സൂചിപ്പിക്കണം? ദിസ് മന്ത് എന്ന റെഫറൻസ് കിടക്കുന്നു, ഈ മാസം തന്നെയാണത്. അപ്പോൾ ഈ മാസം എന്ന് പറയുമ്പോൾ ഇത് കഴിഞ്ഞു പോയിട്ടില്ല എന്ന സൂചന വാക്യത്തിൽ നിന്ന് കിട്ടുന്നു. അപ്പോൾ കഴിഞ്ഞു പോയ പ്രവൃത്തികളെ പ്രസന്റ് ടെൻസിൽ തന്നെ റെഫർ ചെയ്യണമെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. ദേ എന്ന സബ്ജക്റ്റിനോടൊപ്പം ഹാവ് പ്ലസ് V3 ആണ് വരിക. സോ ദേ ഹാവ് മെയ്ഡ് എന്ന ഉത്തരം അങ്ങനെയാണ് വരുന്നത്. അടുത്തത് തിരുവനന്തപുരം ജില്ലയിലും ഇംപോസിബിൾ കണ്ടീഷനിൽ നിന്നുള്ളൊരു വാക്യമാണ് ചോദിച്ചത്. ഇംപോസിബിൾ കണ്ടീഷന്റെ പാറ്റേൺ ഈ പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ്.
ഹാഡ് കഴിഞ്ഞ് വരുന്നതിന്റെ മൂന്നാമത്തെ രൂപം വരിക എന്നാൽ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. സോ ഇഫ് പാസ്റ്റ് പെർഫെക്റ്റ് വന്നാൽ രണ്ടാമത്തെ ക്ലോസ് അഥവാ മെയിൻ ക്ലോസ് വുഡ് ഹാവ്, ഷുഡ് ഹാവ്, കുഡ് ഹാവ്, മൈറ്റ് ഹാവ് പ്ലസ് ബി ത്രീയിൽ വരണം. സോ ഇഫ് പാസ്റ്റ് പെർഫെക്റ്റ് പ്ലസ് വുഡ് ഹാവ് ഓർ ഷുഡ് ഹാവ് ഓർ കുഡ് ഹാവ് ഓർ മൈറ്റ് ഹാവ് പ്ലസ് ബി എന്നാണ്. അങ്ങനെയെങ്കിൽ യു കഴിഞ്ഞ് ദാറ്റ് ദ ക്ലിയർ പിക്ചർ ഓഫ് ദ ഇൻസിഡന്റ് എന്നത് ഓപ്ഷനിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഷുഡ് ഹാവ് ഗോട്ട്, ഗെറ്റ്, ഗോട്ട്, ഗോട്ട് എന്ന മൂന്നാമത്തെ